ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സിവിക്സിലെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ നോക്കൂ, ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഫോട്ടോസ് കാണാം. നിങ്ങൾ നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവാം. നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. രാജീവ് ഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ പറയുന്ന ലീഡേഴ്സ് എല്ലാം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയ സ്ഥാനത്തെത്തിയ ഓരോ ആൾക്കാരാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, അതുപോലെ ഒരുപാട് വലിയ വലിയ സ്ഥാനങ്ങൾ വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെ ഈ സ്ഥാനത്തെത്തി, അവർക്ക് എങ്ങനെയാണ് അതിലേക്ക് എത്താൻ പറ്റിയത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തിലെ എന്താണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അഥവാ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നാൽ നമ്മൾ ആദ്യം അറിയണം. അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മീനിങ് നോക്കാം അല്ലെ. അപ്പൊ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി? അപ്പൊ എന്താ പറയുന്നത്? എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കം ടുഗദർ ടു കണ്ടക്ട് ഇലക്ഷൻ ആൻഡ് ഹോൾഡ് പവർ ഇൻ ദ ഗവൺമെന്റ്. ശ്രദ്ധിച്ചു കേൾക്കണം. എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരുടെ ഗ്രൂപ്പാണ് സത്യം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി. ഹു കം ടുഗദർ ടു കണ്ടക്ട് ഇലക്ഷൻ, അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണോ, ഒരു പാർട്ടി മാത്രമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കോ? ഇല്ല, അങ്ങനെ മത്സരിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കും. ആ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും? അവർക്ക് അവരുടേതായിട്ടുള്ള, നമ്മൾ അടുത്ത പോയിന്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാവും, ഒരു നയമുണ്ട്, എന്നുള്ള ഒരു പോളിസി ഉണ്ടാവും. അപ്പൊ ആ പോളിസി അവർ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അവർ എന്തിനു മത്സരിക്കും? ഇലക്ഷനിൽ മത്സരിക്കും. അങ്ങനെ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് അതിൽ ആരാണോ ജയിക്കുന്നത് അവരെന്തുണ്ടാക്കും? അവർ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് അപ്പൊ ഒന്നുകൂടെ പറയാം, എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കം ടുഗദർ ടു കണ്ടക്ട് ഇലക്ഷൻ ആൻഡ് ഹോൾഡ് പവർ ഇൻ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് പാർട്ടികൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ഏറുന്നതിന് അതിന് അവർക്ക് സഹായിക്കുന്നത് അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നു. അതെങ്ങനെയാ അവർ മത്സരിക്കുന്നത്? ജനങ്ങളുടെ ആ ഒരു ഇത് അവരെങ്ങനെയാ നേടിയെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നയങ്ങൾ, അവരുടെ പോളിസീസ് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ആ ജനങ്ങൾക്ക് ഇഷ്ടാവുന്നതനുസരിച്ച് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു, അവര് ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് ഒന്നും കൂടെ ഈ മീനിങ് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീനിങ് ഒന്നും കൂടെ നമുക്ക് പറയാം. എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കം ടുഗദർ ടു കണ്ടക്ട് election and hold power in the government. Clear? നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. They agree on some policies and programs for the society with a view to promote the collective good. അങ്ങനെ വെച്ചാൽ എന്താണ്? അവര്, ഞാൻ നേരത്തെ പറഞ്ഞ നയങ്ങൾ അല്ലെ, അവർക്ക് എല്ലാവർക്കും അവരുടേതായ ചില നയങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർ ജനങ്ങളോട് പറയുകയാണ്, അവരെ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ, ഈ പാർട്ടിയിൽ ഇന്ന വ്യക്തി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന ഒരു വാഗ്ദാനം നൽകുന്നു. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻസ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫങ്ഷൻ? പാർട്ടീസ് കണ്ടക്ട് ഇലക്ഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇലക്ഷനിൽ മത്സരിക്കും പാർട്ടീസ്. ഈ പാർട്ടീസ് ഇലക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 5 വർഷം കൂടുന്ന സമയത്ത് നമ്മളിവിടെ ഈ പറയുന്ന നിയമസഭയിലേക്കും, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കും, അതുപോലെ തന്നെ ലോക്സഭയിലേക്കും, അതായത് നാഷണൽ ലെവലിൽ നമ്മൾ ആര് ഭരിക്കണം തീരുമാനിക്കുന്നതിലേക്കും ഇലക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഇലക്ഷനിലൊക്കെ ഒരുപാട് പാർട്ടികൾ പങ്കെടുക്കുന്നില്ലേ, മത്സരിക്കുന്നില്ലേ? നിങ്ങൾക്ക് അറിയുന്ന പാർട്ടീസ് ഏതൊക്കെയാ? നിങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയാം, നിങ്ങൾക്ക് BJP അറിയാം, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം. ഇതൊന്നും അല്ലാതെ ഒരുപാട് പാർട്ടികളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധിച്ചിരിക്കണം, നാം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ പാർട്ടീസ് കണ്ടക്ട് ഇലക്ഷൻസ്, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? ദേ പുട്ട് ഫോർവേഡ് ഡിഫറെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദെയർ സിറ്റിസൺ. അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം അതാണ്. എല്ലാ പാർട്ടിക്കും ഒരേ പോളിസിയാണ് അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഇത് എല്ലാവരും ഒന്നില്ലേ പറയുന്നത്, പേര് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അതായത് BJP പറയുന്നത് ഒന്ന്, കോൺഗ്രസ് പറയുന്നത് ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഒന്ന്, ഒക്കെ സെയിം ആണ്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തുണ്ടാവും? ഇതിപ്പോ ആർക്ക് വോട്ട് ചെയ്താലും എല്ലാവരും ഒരു കാര്യം തന്നെ പറയുന്നതിനുള്ള തോന്നൽ വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. അതുപോലെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് വേണ്ടി ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അവർക്ക് ചിന്തിക്കാം ആരെ ഞാൻ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ദേ പ്ലേ എ ഡെസിസീവ് റോൾ ഇൻ മേക്കിംഗ് ലോസ് ഫോർ ദ സിറ്റിസൺ. അതായത് ഒരു ലോ മേക്കിംഗ് ബോഡി. നമുക്കറിയാം, നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ ഈ പറയുന്ന ഗവൺമെന്റ് മെഷീനറിയിൽ നമുക്ക് ലെജിസ്ലേറ്റീവ് സെക്ടർ ഉണ്ട്, ലെജിസ്ലേച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്,
എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ മൂന്ന് സിസ്റ്റം ഓഫ് പവർ അല്ലെ, അഡ്മിനിസ്ട്രേഷന്റെ 3 സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ലെജിസ്ലേച്ചർ ആണ് ലോ മേക്കിംഗ് ബോഡി. ഈ ലെജിസ്ലേച്ചർ സെക്ഷനിലേക്ക് ആരാണ് കടന്നു വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലെ വ്യക്തികളാണ് കടന്നു വരുന്നത് അല്ലെ. അവരാണ് മുഖ്യമന്ത്രി ആവുന്നതും അവരാണ് പ്രധാനമന്ത്രി ആവുന്നതും. അവർ ചേർന്നാണ് ഇന്ത്യയിൽ നമുക്ക് വേണ്ടി ഓരോ നിയമങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫംഗ്ഷൻ എന്താണ്? ദേ പ്ലേ എ ഡെസിസീവ് റോൾ ഇൻ മേക്കിംഗ് ലോസ് ഫോർ ദ സിറ്റിസൺ. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റ് എന്താ? പാർട്ടീസ് ഫോം ആൻഡ് റൺ ദ ഗവൺമെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് പരസ്പരം മത്സരിച്ചിട്ട് അതിൽ ജയിക്കുന്ന പാർട്ടിയാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അവരാണ് ഗവൺമെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യ ഇപ്പം ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം BJP ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ BJP സഖ്യം NDA എന്ന് പറയും, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ്. അടുത്ത ലോക്സഭാ ഇലക്ഷൻ ആണ് 2024 അല്ലെ. അപ്പൊ നമ്മൾ അതൊക്കെ April 26 നമ്മൾ പേപ്പറൊക്കെ വായിക്കുന്നില്ലേ, ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ലൂസിംഗ് പാർട്ടീസ് പ്ലേ ദ റോൾ ഓഫ് ഓപ്പോസിഷൻസ് ടു ദ പാർട്ടി ഇൻ പവർ. ഏത് ഒരു പാർട്ടി എന്തായാലും ഇലക്ഷനിൽ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും അല്ലെ. ആ തോക്കുന്ന പാർട്ടിക്കും നമ്മുടെ ഈ പറയുന്ന സഭയിൽ, സഭ എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്ക് പാർലമെന്റ് എന്ന് പറയാം, നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ പറയുകയാണെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയാം അല്ലെ. നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ. ഈ ലെജിസ്ലേച്ചറിൽ വോട്ട്, അതായത് ഈ സീറ്റ് കുറവുള്ള പാർട്ടിയാണ്, ഏത് പാർട്ടിയാണോ ആ പാർട്ടി ജയിച്ച പാർട്ടിയുടെ ഒപ്പോസിഷൻ ആയിട്ട്, അതായത് ഒപ്പോസിഷൻ എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങളുടെ വക്താക്കളാണ് അവർ അല്ലെ. ഈ പറയുന്ന പാർട്ടി നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും ഒക്കെ തന്നിട്ടാണ് അവർ അധികാരത്തിൽ കയറിയത്. ഇതൊന്നും അവർ കൃത്യമായി നടപ്പിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി ചോദ്യം ചെയ്യേണ്ടി, നമുക്ക് വേണ്ടി അവരോട് ചോദിക്കാനും, അവർ ചെയ്യുന്ന പോളിസീസിൽ എന്തെങ്കിലും, അവർ നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസിയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഒപ്പോസിഷൻസ്. അവരും പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഭാഗമാണ് അല്ലെ. അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗങ്ങളല്ലേ. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഫംഗ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് കുറച്ചും കൂടെ ഫംഗ്ഷൻസ് പറയാനുണ്ട്. ഒന്ന്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 പോയിന്റ്സ് തന്നെയാണ്. നമുക്ക് ഒന്നും കൂടെ അതൊന്നും പറയാം. പുട്ട് ഫോർവേഡ് ഡിഫറെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, കണ്ടസ്റ്റ് ഇലക്ഷൻസ്, ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരുന്നു, ആ പൊളിറ്റിക്കൽ പാർട്ടി ഒരുപാട്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, നമ്മളിവിടെ 2 ഗവൺമെന്റ് മാറി മാറി ഭരിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, അടുത്ത തവണ ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയേക്കും വരിക. അപ്പൊ ഇങ്ങനെ 2 പാർട്ടി മാറി മാറി വരിക. എന്തുകൊണ്ടാണ് ഒരു പാർട്ടി തന്നെ എല്ലാ കാലം കണ്ടിന്യൂസ് ആയി ഭരിക്കാത്തത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്, നമ്മൾ ഇവിടെയുള്ള പബ്ലിക് നമുക്ക് ഒപ്പീനിയൻ വരികയാണ്. ഇവരുടെ ഭരണത്തെ കുറിച്ച് നമുക്ക് ഒപ്പീനിയൻ വരും. അത് ഇവർ നല്ലതാണോ മോശമാണോ? മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ മാറ്റി മറ്റാൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കൂടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഉണ്ട്. അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പ്ലേ എ ഡെസിസീവ് റോൾ ഇൻ ഫോർമുലേറ്റിംഗ് ലോസ് ഓഫ് ദ കൺട്രി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, പക്ഷെ നിങ്ങൾ ഇതിൽ പറയുന്ന ഒരു വാക്കുകളുടെ വ്യത്യാസമാണ്. ഇൻ ഫോർമുലേറ്റിംഗ് ലോസ് ഫോർ ദ കൺട്രി. നേരത്തെ നമ്മൾ പറഞ്ഞേ ലെജിസ്ലേറ്റീവ് പവർ ഉള്ളത് ആർക്കാണ്? ലെജിസ്ലേച്ചർ സെക്ടറാണ്. ആരെ ലെജിസ്ലേച്ചർ സെക്ടറിലേക്ക് എത്തിപ്പെടുന്നത്? നമ്മൾ സെലക്ട് ചെയ്ത്, നമ്മൾ എലക്ട് ചെയ്ത്, നമ്മൾ വോട്ട് ചെയ്ത് ഈ പറയുന്ന പാർലമെന്റിലേക്കും ലെജിസ്ലേച്ചറിലേക്കും അയക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിലെ മെമ്പേഴ്സ്. അവര് ലെജിസ്ലേച്ചറിൽ എത്തിപ്പെട്ട അവരെ വിളിക്കുന്ന പേരാണ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ. അവരെ നമ്മൾ പാർലമെന്റിലേക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? MP, മെമ്പർ ഓഫ് പാർലമെന്റ്. പാർലമെന്റ് എന്താ നിങ്ങൾക്ക് അറിയോ? പാർലമെന്റിന് 2 ഹൗസസ് ആണുള്ളത്. ഒന്ന് ലോക്സഭ, 2 രാജ്യസഭ. ഓക്കെ, ലോക്സഭ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് കോമൺ, അല്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺ എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. അതായത് ലോക്സഭയിലേക്ക് ആർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ? ജനങ്ങൾക്ക്. അതായത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ലോക്സഭയിലേക്ക് മാത്രമേ ഉള്ളൂ. രാജ്യസഭ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ്. അവരാരാണ് അവിടുത്തെ പ്രതിനിധികളെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ജയിപ്പിച്ച്, അവരുടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ഇതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇലക്ഷൻസിൽ കണ്ടക്ട് ചെയ്ത് ജയിച്ചു പോകുന്ന ആൾക്കാർ എത്തുന്ന പൊസിഷൻസ് നമുക്ക് MLA, MP എന്നുപോലെ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. അവരാണ് നമുക്ക് വേണ്ടി ലോസ് എല്ലാം ഫോം ചെയ്യുന്നത്. ക്ലിയർ? അപ്പം നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അടുത്തത്, ഹെൽപ്പ് പീപ്പിൾ ടു ആക്സസ് ഗവൺമെന്റ് മെഷീനറി ആൻഡ് വെൽഫെയർ സ്കീം. അതായത് ജനങ്ങൾക്ക് ഗവൺമെന്റ് മെഷീനറി ആക്സസ് ചെയ്യാൻ പറ്റുന്നതും വെൽഫെയർ സ്കീംസ് കൊണ്ടുവരാനും ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ശ്രദ്ധിച്ചു കേട്ടോ. പീപ്പിൾ ടു ആക്സസ് ഗവൺമെന്റ് മെഷീനറി. നമുക്ക് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളായിട്ട് നമ്മൾ ഓരോരോ ഗവൺമെന്റ് ഓഫീസിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട്
അല്ലെ? അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ റിക്വസ്റ്റുകൾ നിവേദനങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ച് അവർക്ക് തീരുമാനം എടുക്കും, അവരനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോ ക്ലിയർ ആണോ? അപ്പൊ അതുപോലെ തന്നെ വെൽഫെയർ സ്കീംസ്, അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ്. ഓക്കെ, അത് അവരുടെ ഫംഗ്ഷൻ ആണ്, അത് കൊണ്ടുവരണം എന്നാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഇവിടെയുള്ള ഭരണം ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റ് മെഷീനറി ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് അത് എടുക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അവരുടെ നല്ല ലൈഫിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സ്കീംസ് കൊണ്ടുവരേണ്ടതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫംഗ്ഷനാണ്. ഫോംസ് ആൻഡ് റൺ ദ ഗവൺമെന്റ് ഡിഫറെന്റ് ലെവൽസ്. റൺ ദ ഗവൺമെന്റ് ഡിഫറെന്റ് ലെവൽസ്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മളിവിടെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ നമ്മളിവിടെ കേരളത്തിൽ എന്തുണ്ട്? ഒരു ഗവൺമെന്റ് ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ നോക്കുന്ന സമയത്ത് നമ്മളെ ഭരിക്കുന്ന പാർലമെന്റിൽ ഒരു ഗവൺമെന്റിന്റെ അവരാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ആ ഗവൺമെന്റ് ആണ് നമ്മളെ ഇന്ത്യ ഭരിക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവൺമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിയൻ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പഞ്ചായത്ത് ഉണ്ട്, മുനിസിപ്പാലിറ്റി, ഇവിടെയൊക്കെ ഇലക്ഷൻ അല്ലേ നടക്കുന്നത്. അപ്പം ഫോംസ് ആൻഡ് റൺ ദ ഗവൺമെന്റ് ഡിഫറെന്റ് ലെവൽസ്, അതായത് ഒരു രാജ്യത്തിന്റെ പല തട്ടിലായിട്ട് ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ഇലക്ഷൻസിലൊക്കെ ആര് പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷനാണ് അതിൽ പങ്കെടുക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അടുത്തത് പാർട്ടീസ് വിച്ച് ലോസ് ദ ഇലക്ഷൻ പ്ലേ ദ റോൾ ഓഫ് ഒപ്പോസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അതായത് ആരാണോ അത് ഇപ്പൊ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ലെജിസ്ലേച്ചറും പാർലമെന്റോ പറഞ്ഞത്. ഞാൻ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റീസ് ആയിക്കോട്ടെ, കോർപ്പറേഷൻസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഏത് പാർട്ടിയാണോ തോക്കുന്നത് അവര് ഒപ്പോസിഷൻ റോളാണ് അവിടെ വഹിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക ഈ ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയിരിക്കും. എവറി പൊളിറ്റിക്കൽ പാർട്ടി മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് കമ്പോണൻസ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടത്? ഒന്നെന്ന് പറഞ്ഞാൽ ലീഡർ, അല്ലെ? ദിസ് പേഴ്സൺ ഹാസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ദ പാർട്ടീസ് ക്യാരി ഔട്ട്. അതായത് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോ നിങ്ങൾക്ക് അറിയുന്ന പ്രധാനപ്പെട്ട പാർട്ടികളൊന്നാണ് ബി ജെ പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മുഖം ഉണ്ടാവുമല്ലോ, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ. അതുപോലെ ഓരോ പാർട്ടിക്കും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോൺഗ്രസ് പാർട്ടി, മുൻ മരിച്ച നേതാവായിട്ടുള്ള നമ്മുടെ ഉമ്മൻചാണ്ടി, അല്ലെ? അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ, അല്ലെ? അപ്പൊ ഇവരൊക്കെ ആരാണ്? ഈ പാർട്ടിയുടെ ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന പാർട്ടിയുടെ ഫേസസ് ആണ്, അല്ലെ? അപ്പൊ ഇവരെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുക. അപ്പൊ ലീഡറിന്റെ ഫംഗ്ഷൻ എന്താ? ദിസ് പേഴ്സൺ ഹാസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ദ പാർട്ടി ക്യാരീസ് ഔട്ട്, അല്ലെ? ഈ പാർട്ടി ചെയ്യുന്ന എന്ത് പാർട്ടി നല്ലത് ചെയ്താലും മോശം ചെയ്താലും അതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആദ്യം എത്തിച്ചേരുക അതിന്റെ പ്രധാനപ്പെട്ട ലീഡറിനായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ലീഡർ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആക്റ്റീവ് മെമ്പേഴ്സ്, പീപ്പിൾ ഹു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ചൂസിങ് ദെയർ ലീഡർ. ഓക്കെ, ലോക്കൽ ലീഡേഴ്സ്, അതാണ് ആക്റ്റീവ് മെമ്പേഴ്സ്. ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ പാർട്ടികൾക്കും ആ പാർട്ടിയുടെ നാട്ടിലെ ചില ലീഡേഴ്സ് ഉണ്ടാവും, അല്ലെ? പ്രാദേശികമായിട്ട് നമ്മൾ ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആക്റ്റീവ് മെമ്പേഴ്സ് ഈ പറയുന്ന പാർട്ടീസിന് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പീപ്പിൾ ഹു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ചൂസിങ് ദിയർ ലീഡർ. അപ്പൊ ഈ പറയുന്ന ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ സെലക്ട് ചെയ്യുന്ന ആരാണ്? ഈ പാർട്ടിയിൽ പെടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ലോക്കൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് വെക്കും. മൂന്നാമത്തത് ഫോളോവേഴ്സ്, പീപ്പിൾ ഹു ക്യാൻ സപ്പോർട്ട്, വോളണ്ടിയർ, ഡൊണേറ്റ് ആൻഡ് വോട്ട് ഫോർ ദ പാർട്ടി കാൻഡിഡേറ്റ്സ്. അതായത് ഇവരെന്ന് പറഞ്ഞാൽ എന്താണ്? അനുയായികൾ, അല്ലെ? ഫോളോവേഴ്സ്. അതായത് ഈ പാർട്ടിയിൽ പ്രത്യേകിച്ച് അവർക്ക് അധികാരമൊന്നുമില്ല, പക്ഷെ പാർട്ടി പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ നിലയിലുള്ള ആൾക്കാരെ നമുക്ക് ഫോളോവേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ വേണം? ഏതൊക്കെ മൂന്ന് കമ്പോണൻസ് വേണം? ഒന്നൊരു നല്ല ലീഡർ, മോശം ലീഡർ വേറെ കാര്യം, ലീഡർ വേണം, അല്ലെ? ലീഡർ വേണം, ആക്റ്റീവ് മെമ്പേഴ്സ് വേണം, ഫോളോവേഴ്സ് വേണം. ഓക്കെ, കോമ്പറ്റീറ്റീവ് ഇലക്ഷൻസ് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. കോമ്പറ്റീറ്റീവ് ഇലക്ഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് കമ്പീറ്റ് ഇൻ ഇലക്ഷൻസ് ടു വിൻ എ മെജോറിറ്റി ആൻഡ് ഫോം എ ഗവൺമെന്റ്. അപ്പൊ ഈ പറയുന്ന പാർട്ടീസ് എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മെജോറിറ്റി കിട്ടിയിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അവര് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെജോറിറ്റി മൈനോറിറ്റി എന്നൊക്കെ പറയുന്നത്, മൈനോറിറ്റി അല്ല, മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോക്സഭയിലേക്ക് 543 സീറ്റ്സിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 543 സീറ്റിലേക്ക് ഇലക്ഷൻ നടക്കുന്നത്. ഈ 543 സീറ്റില് ഏത് പാർട്ടിക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരാണ് മെജോറിറ്റി സീറ്റ്സ് വിൻ ചെയ്ത പാർട്ടി, അവരാണ് ഗവൺമെന്റ് ഫോം ചെയ്യുക. മനസ്സിലായോ? അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് കമ്പീറ്റ് ഇലക്ഷൻസ് ടു വിൻ എ മെജോറിറ്റി ആൻഡ് ഫോം എ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഈ കോമ്പറ്റീറ്റീവ് ഇലക്ഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോമ്പറ്റീഷൻ തന്നെയല്ലേ?
കാരണം 2 പാർട്ടീസ് അല്ലെങ്കിൽ 3 പാർട്ടീസ് അല്ലെങ്കിൽ 4 പാർട്ടീസ് ഭരണം കിട്ടാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നു അല്ലെ. അടുത്തത് മെമ്പേഴ്സ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ചൂസ് ദെയർ കാൻഡിഡേറ്റ്സ് ഹു ഫൈറ്റ് ഫോർ ദം ഇൻ ഇലക്ഷൻസ്. അതായത് ഓരോ പാർട്ടിന്റെയും മെമ്പേഴ്സ് ആരാണ് ഇലക്ഷനിൽ അവരുടെ പാർട്ടിക്ക് വേണ്ടി ഓരോ സ്ഥലത്തും മത്സരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഒരു പാർട്ടിയിലെ മെമ്പേഴ്സ് ചേർന്നിട്ട് ആര് ഏത് സ്ഥലത്ത് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, അടുത്തത് ദോസ് കാൻഡിഡേറ്റ്സ് ഹു എയ്തർ മാനേജ് ടു റേസ് എ ലോട്ട് ഓഫ് മണി ഓർ ആർ ഷുവർ ടു വിൻ ദ ഇലക്ഷൻസ് ആർ ചൂസൺ. ആരാണോ ഇലക്ഷനിൽ ജയിക്കുന്നു ഉറപ്പുള്ളത് ആ വ്യക്തിനെയാണ് അത് സെലക്ട് ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ ഒരു പാർട്ടി ആ ഇലക്ഷന് വേണ്ടി നിർത്തുമ്പോൾ ആ വ്യക്തി ജയിക്കുമെന്ന് ഉറപ്പുള്ള ആ ഒരു വ്യക്തിയായിരിക്കും എല്ലാ പാർട്ടികളും ഓരോ മണ്ഡലത്തിലും ഓരോ മണ്ഡലത്തിലും നിർത്തുക. അങ്ങനെ ഉറപ്പുള്ള വ്യക്തികളായിരിക്കും. ഫേമസ് പേഴ്സണാലിറ്റീസ് ആർ ഓൾസോ ഡിറ്റർമൈൻഡ് ടു റെപ്രസെന്റ് എ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഫേമസ് പേഴ്സണാലിറ്റീസ് ആർ ഓൾസോ ഡിറ്റർമൈൻഡ് ടു റെപ്രസെന്റ് എ പൊളിറ്റിക്കൽ പാർട്ടീസ്. കാൻഡിഡേറ്റ്സ് ആർ സെലക്ടഡ് ബൈ ഓൾ പാർട്ടി മെമ്പേഴ്സ് ഓർ വൈറ്റൽ ടോപ്പ് പാർട്ടി ഒഫീഷ്യൽസ്. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഫേമസ് പേഴ്സണാലിറ്റീസ് നമ്മൾ പറയുകയാണെങ്കിൽ സെലിബ്രിറ്റീസ് വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ പറയാൻ നമുക്ക് സുരേഷ് ഗോപിനെ അറിയാം അല്ലെ, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ട്. ക്ലിയർ ആണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതാണ് ഇവിടെ പറയുന്നത് ഫേമസ് പേഴ്സണാലിറ്റീസ് ആർ ഓൾസോ ഡിറ്റർമൈൻഡ് ടു റെപ്രസെന്റ് എ പൊളിറ്റിക്കൽ പാർട്ടി. എന്നിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ സ്റ്റാർഡം. അപ്പൊ സെലിബ്രിറ്റീസ് എന്ന് പറയാൻ സിനിമ ഫീൽഡ് മാത്രമല്ല, സ്പോർട്സ് പേഴ്സൺസ് ആവാം, ഇവരൊക്കെ വരും. അപ്പൊ ഇവരൊക്കെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെന്റ് ചെയ്ത് അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാം. അതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? നാഷണൽ ലെവലിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ചേർന്നിട്ടാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഇലക്ഷനിൽ സീറ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത കാര്യം നമുക്ക് പഠിക്കാം. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ഓക്കെ, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ടോക്ക് അബൌട്ട് പോളിസീസ് ഇൻ പബ്ലിക്. ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അല്ലെ, നയങ്ങളെ കുറിച്ച് അവര് പബ്ലിക്കായിട്ട് നമുക്കറിയാം. ഈ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് എന്താ പറയുക സമ്മേളനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രസംഗങ്ങളൊക്കെ ഈ പറയുന്ന വലിയ വലിയ ലീഡേഴ്സ് വന്ന് നമ്മളോട് ജനങ്ങളോട് എന്താ പറയുന്നത്? ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് അവരുടെ പോളിസീസ് നമ്മളുമായിട്ട് പബ്ലിക്കിനോട് ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മളെ കൺവിൻസ് ആക്കി അതിനനുസരിച്ചാണ് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? ദേ ആർ ട്രൈയിങ് ടു കൺവിൻസ് ദ പബ്ലിക്. അല്ലേ, ഞാനിപ്പം പറഞ്ഞ ആ പോയിന്റ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് അല്ലേ, ദേ ആർ ട്രൈയിങ് ടു കൺവിൻസ് ദ പബ്ലിക് ദാറ്റ് ദെയർ പാർട്ടീസ് പോളിസീസ് ആർ ബെറ്റർ. പരസ്പരം അങ്ങോട്ടും കമ്പയർ ചെയ്യും. അതായത് ആ പാർട്ടി പറഞ്ഞതിനേക്കാൾ നല്ല കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യും. കൺവിൻസ് ആയി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇവർക്ക് വോട്ട് ചെയ്യും അല്ലെ, അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത കാര്യം എന്താ? ദേ ഹോൾഡ് ഡെമോൺസ്ട്രേഷൻസ്, പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അവര് ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്നു, പബ്ലിക് മീറ്റിംഗ്സ് നടത്തുന്നു, സ്പീച്ചസ് പ്രസംഗങ്ങൾ നടത്തുന്നു. ഇത് ടു ഡിസ്കസ് ദ പോളിസീസ് ദേ വുഡ് അഡോപ്റ്റ്. അതായത് അവർ എന്തൊക്കെ പോളിസീസ് ആണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി അവർ അതുമായി ബന്ധപ്പെട്ട് ഡെമോൺസ്ട്രേഷൻസും പബ്ലിക് മീറ്റിംഗ്സും അതുപോലെ തന്നെ ഈ സ്പീച്ചസും ഒക്കെ നടത്തിയിട്ട് ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് അല്ലെ. അതിനനുസരിച്ച് ജനങ്ങൾ ചിന്തിക്കും, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണോ, ഇത് വന്ന് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഗുണമുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ട് ജനങ്ങൾ ആരെ സെലക്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കും. അടുത്തത്, ദേ ഡിസ്കസ് ദ ഇഷ്യൂസ് ഫേസിംഗ് ദ കൺട്രി ആൻഡ് ദ പോളിസീസ് ദേ വുഡ് അഡോപ്റ്റ് once elected. With such measures they are trying to gain public support. അതായത് ഇപ്പോ ഒരു പാർട്ടി ആയിരിക്കും രാജ്യം ഭരിക്കുന്നത്. ആ പാർട്ടി വന്നതിന് ശേഷം രാജ്യത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ജനങ്ങളെ ഈ സമയത്ത് ഇവർ ബോധവാന്മാരാക്കും. ജനങ്ങൾ മറന്നു പോകുന്ന ആൾക്കാരാണ് അല്ലെ, കാരണം ജനങ്ങൾക്ക് അധികാരത്തിന് വേണ്ടിയില്ല ജനങ്ങൾ നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ ജനങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ നല്ലപോലെ, ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, ഞങ്ങൾക്ക് നല്ല എന്താ പറയാ ഓരോ നല്ല പോളിസീസ് കൊണ്ടുവരുന്ന ആൾക്കാർ വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ഈ പറഞ്ഞ പഴയ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചകളൊക്കെ ഇവർ ഈ പറയുന്ന ഈ പ്രസംഗങ്ങളിലൊക്കെ അവർ വ്യക്തമായി പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്നും കൂടി പറയും. അപ്പൊ അങ്ങനെ ജനങ്ങളെ ചിന്തിച്ച് അവര് ഒരു മാറ്റം അല്ലെങ്കിൽ ഒന്നിൽ തന്നെ തുടർന്ന് പോകുന്നു. ഈ പറയുന്ന രീതിയിൽ ഈ സ്പീച്ചസ് ആരും നടത്തും? ഓൾറെഡി ഭരിക്കുന്ന ഗവൺമെന്റ് നടത്തും. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന്. ഓപ്പോസിഷൻ എന്ത് പറയും? അവർ ഇന്നതൊന്നും ചെയ്തില്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു പോളിസി അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി?
അപ്പൊ നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടേ? മറന്നുപോയില്ലല്ലോ? ഓക്കെ. അപ്പൊ എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി? എവറി കാൻഡിഡേറ്റ് സ്റ്റാൻഡിംഗ് ഇൻ ഇലക്ഷൻ വിൽ ബി independent candidate and any individual candidate do not fulfill the promise of a major policy change to the people and hence no one will be responsible for running the country efficiently. എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി? ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇല്ല, അയാൾ ഇലക്ഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് വേണ്ട എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഒരു വ്യക്തിക്ക് അയാൾ എവിടെയാണോ ജയിച്ചു വരുന്നത് ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിക്ക് അതിൽ ജയിച്ചു വരുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒത്തൊരുമിച്ച് രാജ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അവിടെയാണ് എവറി കാൻഡിഡേറ്റ് സ്റ്റാൻഡിംഗ് ഇൻ ഇലക്ഷൻ വിൽ ബി ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആൻഡ് എനി ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് ഡു നോട്ട് ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് എ മേജർ പോളിസി ചേഞ്ച് ടു ദ people and hence no one will be responsible for running the country efficiently. ക്ലിയർ ആണോ? അതായത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞുതരാം. പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമില്ല, ഒരാള് ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു നിങ്ങൾ എന്നെ ജയിപ്പിക്കണം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന്. ആ ഒരു വ്യക്തിക്ക് ഒരു പാർട്ടിയുടെ പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് അയാൾ ജയിക്കുമ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ? അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, in long run only a representative democracy will be able to survive and political parties will be the agencies for gathering different views on various issues and representing in front of the government. അല്ലെ? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാല് ഓരോ സ്ഥലത്ത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അല്ലെ? നമുക്ക് റീജിയണൽ പാർട്ടി അതുപോലെ തന്നെ നാഷണൽ പാർട്ടി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോൾ എന്താ? will be the agencies for gathering different views on various issues അല്ലെ? and present it in front of the government. അല്ലെ? നമ്മുടെ നാട്ടില് ഓരോ പ്രശ്നം വരുമ്പം ഒരു പാർട്ടിയുടെ പ്രശ്നം കൊണ്ടുവരാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കി, ആ ബില്ലിനെ അനുകൂലിക്കുന്നത് ആ പാസ്സാക്കിയ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ആയിരിക്കും അല്ലെ? അതിനെ പ്രതികൂലിക്കുന്ന പാർട്ടിക്ക് അതിന് അവര് കാണുന്ന മറ്റൊരു വശം ഉണ്ടാവും. അപ്പൊ ആ വശം അല്ലെങ്കിൽ അത് ജനങ്ങളുടെ വശമാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വശം ഉണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാവാം. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവശ്യമാണ് അല്ലെ? നമ്മൾ ഏകാധിപത്യം ഭരണമല്ല നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലെ? ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാലോ? ഓട്ടോക്രസി അല്ലെ? ഒരാൾ മാത്രം തീരുമാനമെടുത്ത് ഭരിച്ചുകൊണ്ടിരുന്നാല് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ചിന്തകളും ഒന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്ന് നിലനിൽക്കണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ ഇനി ഇത്രയും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണെന്നെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അതിന്റെ മുന്നേ ഇപ്പം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെറുതായി നമുക്ക് ഓടിച്ചു പോവാം. നമ്മൾ ആദ്യം എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞു അല്ലെ? എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഫംഗ്ഷൻ? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടാവേണ്ട കമ്പോണൻസ് എന്തൊക്കെയാണ് അല്ലെ? അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായി ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗം ഇനി നമ്മൾ പറയാൻ പോകുന്നത് നീഡ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടി. എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി? ഫോർ മോസ്റ്റ് ഓർഡിനറി സിറ്റിസൺസ് ഡെമോക്രസി ഇക്വേറ്റ്സ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. സത്യമല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മള് ഒരുപാട് ഇന്ത്യയിൽ ഈ പറയുന്ന ലിറ്ററസി 100% ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം അല്ലെ? അപ്പൊ ഇന്ത്യയിൽ ലിറ്ററസി കുറവുള്ള ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾ ചോദിക്കുക, ഡു യു നോ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന എന്താണെന്നറിയോ? അവർക്കറിയില്ല. അതുപോലെ ഡെമോക്രസി എന്താണെന്നറിയോ? അവർക്കറിയില്ല. പക്ഷെ അവർക്ക് അറിയുന്ന ഒന്ന് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും. കാരണം അവരുടെ ലോക്കൽ ലീഡർ ഇന്ന പാർട്ടിയിലെ ആളാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഫോർ മോസ്റ്റ് ഓർഡിനറി സിറ്റിസൺസ് ഡെമോക്രസി ഇക്വേറ്റ്സ് ടു പൊളിറ്റിക്കൽ പാർട്ടി. ജനാധിപത്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ ജനാധിപത്യത്തിന്റെ അവർക്ക് കിട്ടുന്ന അവസരം എന്താ? ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിന് വോട്ട് ചെയ്യുക ഇലക്ഷനിലുള്ളതാണ്. അപ്പോ മനസ്സിലായോ? ഫോർ മോസ്റ്റ് ഓർഡിനറി സിറ്റിസൺ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അവർ അങ്ങനെയാണ് കരുതുന്നത് അല്ലെ? ഇഫ് വി ട്രാവൽ ആൻഡ് സർവേ ഇൻ റൂറൽ ഏരിയാസ് or remote areas, their knowledge of the constitution may be negligible, but they would definitely have awareness of political parties. ഞാൻ ഇപ്പം പറഞ്ഞ പോയിന്റ് അല്ലേ? അടുത്തത്, one of the most visible institutions in a democracy is political parties. ഒരു ഡെമോക്രസി, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. Political parties are most important to form a government.
They are candidates representing various political parties who contest elections at the central, state and local level. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടു ഫോം എ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഗവൺമെന്റ് ഉണ്ടാവുന്നതിൽ, അതൊരു ഗവൺമെന്റ് രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോഴല്ലേ അവർ ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. അങ്ങനെയല്ലേ അവർ നമുക്ക് വേണ്ടി ഓരോരോ നല്ല നല്ല നിയമങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെ. They are candidates representing various political parties. ഇവിടെ they are അല്ലേ, ഇവിടെ there are നമുക്ക് പറയാം കേട്ടോ. They are അല്ല, there are candidates representing various political parties who contest elections at the central, state and local level. ഞാൻ നേരത്തെ പറഞ്ഞു പാർലമെന്റ്, ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്. ഈ സാധനം ഞാൻ ഇപ്പൊ എന്താ ഡീറ്റെയിൽ പറയാത്തെന്നറിയോ, നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, സെൻട്രൽ ലെവലിലേക്കും സ്റ്റേറ്റ് ലെവലിലേക്കും ലോക്കൽ ലെവലിലേക്കും ഒക്കെ ഈ പറയുന്ന പാർട്ടി കാൻഡിഡേറ്റ്സിനെ വെച്ച് അവരെ നിർത്തി മത്സരിപ്പിച്ച് നമുക്ക് വേണ്ടി ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എലക്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് തരികയാണ്. ഓക്കെ, ത്രൂ ദെയർ ഇന്റേണൽ മെക്കാനിസംസ്. അപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നീഡ് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ത്രൂ ദെയർ ഇന്റേണൽ മെക്കാനിസം. അതായത് നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഇന്റേണൽ മെക്കാനിസംസ് എങ്ങനെയാണ്, അവരുടെ ഈ പറയുന്ന എന്താ പറയാ അവരുടെ ആന്തരിക ഘടന അല്ലെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്റേണൽ മെക്കാനിസം എന്നുള്ളതിന്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ക്രിയേറ്റ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ആൻഡ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. നിങ്ങൾക്ക് തോന്നാം ഈ സംഭവമൊക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞതല്ലേന്ന്. പക്ഷേ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അവരുടെ ഇന്റേണൽ മെക്കാനിസത്തിൽ അവരും, അല്ലെങ്കിൽ അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉള്ളിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ക്രിയേറ്റ് പ്രോഗ്രാംസ് ആൻഡ് പബ്ലിക് പോളിസീസ് ആൻഡ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യുന്നു, ആൾക്കാരുടെ ഇടയിലേക്ക് അഭിപ്രായങ്ങൾ, അതിലൊരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടി അല്ലെ. അപ്പൊ എന്തുണ്ടാവും, പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അവർ ഗവൺമെന്റ് ഈ പറയുന്ന നമുക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാംസും പോളിസീസും കൊണ്ടുവരുന്നു. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം പറയുന്നത്. വൺസ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് വിൻ ദ ഇലക്ഷൻസ് ദേ ഫോം ദ ഗവൺമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് പോളിസീസ് ആർ ഇംപ്ലിമെന്റഡ് ബേസ്ഡ് ഓൺ ദ മാനിഫെസ്റ്റോ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി. അതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് കേട്ടോ, ശ്രദ്ധിക്കണേ. മാനിഫെസ്റ്റോ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് വൺ ദ ഇലക്ഷൻസ്. ഓക്കെ, അപ്പൊ അവര് ഏറ്റവും സിമ്പിൾ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ ഗവൺമെന്റ് രൂപീകരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ. പിന്നെന്താ പറയുന്നത്, ആൻഡ് ഇറ്റ്സ് പോളിസീസ് ആർ ഇംപ്ലിമെന്റഡ് ബേസ്ഡ് ഓൺ ദ മാനിഫെസ്റ്റോ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടി നമ്മളോട് ഈ ഇലക്ഷന് മുന്നേ പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, എല്ലാ പാർട്ടിക്കും അവരുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, നമ്മൾ മുന്നിലേക്ക് വെച്ച് ഈ പറയുന്ന ഞങ്ങൾ ജയിച്ചാൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരും, നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നിട്ടില്ലേ, അതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് അവര് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓരോ പുതിയ നയങ്ങളിൽ ഓരോ പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഇഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ലോസ് ആൻ ഇലക്ഷൻ ദേ വിൽ സിറ്റ് ഇൻ ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് അസംബ്ലി ഇൻ ഒപ്പോസിഷൻ ആൻഡ് മോണിറ്റർ ഓർ ക്രിറ്റിസൈസ് ദ ഗവൺമെന്റ് പോളിസീസ് ആർ ആക്ഷൻസ്. ഗവൺമെന്റിന്റെ പോളിസീസ് മോണിറ്റർ ചെയ്യും, ക്രിറ്റിസൈസ് ചെയ്യും. ആര്, ഇലക്ഷനിൽ തോറ്റുപോയ പാർട്ടിയിലെ മെമ്പേഴ്സ്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ആ പാർട്ടിക്ക് വേണ്ട അത്ര ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവസരം കിട്ടാതെ പോയത്. പക്ഷെ അവരുടെ ആൾക്കാർ ജയിച്ചിട്ടുണ്ട് അല്ലെ, അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അവർക്ക് മെജോറിറ്റി കിട്ടിയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരും എവിടെ ഉണ്ടാവും, ലെജിസ്ലേച്ചറിൽ ഉണ്ടാവും. അവരിൽ ജയിച്ച ആൾക്കാർ ലെജിസ്ലേച്ചറിൽ ഉണ്ടാവും. അപ്പൊ അവരുടെ ജോലി എന്താണ്, അവർക്ക് ഭരിക്കാനുള്ള അവകാശമില്ല, പക്ഷെ ഭരിക്കാൻ അവസരം കിട്ടിയ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസിനെ മോണിറ്റർ ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, ഒപ്പോസിഷൻ പാർട്ടിക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വക്താക്കള്, ജനങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കാനുള്ള അവകാശം ശരിക്കും ഒപ്പോസിഷനുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് കൂടെ നമുക്ക് ഇന്നത്തെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇത്രയും ഭാഗം നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുവരെ നിങ്ങൾ എല്ലാവരും ഇത് നല്ലപോലെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ കണ്ട് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.